കലുങ്ക് നിർമ്മിക്കുന്നതിനായി താൽക്കാലികമായി ഗതാഗതം നിരോധിച്ച മണിമല മണ്ണാറക്കയം റോഡ് തുറന്നു നൽകി. കാഞ്ഞിരപ്പള്ളി കുരിശുകവലയ്ക്കും മണ്ണാറക്കയത്തിനും ഇടയിലുള്ള കലുങ്കിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് ഇതുവഴി ഭാരവാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങിയത്. കാഞ്ഞിരപ്പള്ളി കുളത്തൂർമൂഴി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടന്നുവരുന്നത്. പഴയ കലുങ്കിന്റെ ഒരു വശം പൊളിച്ചപ്പോൾ കലുങ്ക് പൂർണ്ണമായും അപകടാവസ്ഥയിലായതോടെയാണ് പൂർണ്ണമായും പൊളിച്ച് ഗതാഗതം നിരോധിച്ചിരുന്നത്. പ്രദേശവാസികളുടെ യാത്രാക്ലേശം പരിഗണിച്ചാണ് റോഡ് തുറന്നത്. എന്നാൽ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് നാട്ടുകാർ പറയുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ റോഡിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന വീതി 14 മീറ്റർ ആയിരുന്നപ്പോൾ വാളക്കയം ഭാഗത്തെത്തിയപ്പോൾ അത് 7.5 മീറ്ററായി ചുരുങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു. 88 കോടിയിലധികം രൂപയാണ് ഈ റോഡിന് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ നല്ല നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളല്ല നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു കാഞ്ഞിരപ്പള്ളി തുടങ്ങുമ്പോൾ ഇതിന് 14 മീറ്റർ എന്നാണ് ആദ്യം പറഞ്ഞു കേട്ടത്. ഇത് 10 മീറ്ററായി. ഇപ്പോൾ ഇങ്ങനെ ചെറുക്കട് വന്ന് വാളക്കയൊക്കെ ആകുമ്പോഴത്തേന് അത് 7.5 മീറ്ററൊക്കെ ആയി വരുന്നുണ്ട്. അശാസ്ത്രീയമായിട്ട് തന്നെയാണ് പണിയെന്നാണ് എല്ലാവരുടെ കണക്ക്. ഇത് ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ് പരാതി കൊടുക്കാനായിട്ട് എല്ലാവരും നാട്ടുകാർ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ കലുങ്കാണെങ്കിൽ തന്നെ 3 മാസമായി വളർത്തിയിട്ട് അതിൻ്റെ ബാക്കി പൊളിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. വാളക്കയ ഭാഗത്ത് 2 കലുങ്ക് നിലവിലുള്ള വെള്ളം ഒത്തിരി വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഒന്നും കലുങ്ക് ഇല്ലാതെ തന്നെ മൊത്തത്തിൽ മെറ്റിൽ വിരിച്ചിരിക്കുകയാണ്. അതുപോലെ കാരയ്ക്കാൻ പറ്റുന്ന 3 മൈലിലേക്ക് വരുന്ന ഭാഗത്ത് ഒരു കലുങ്കിനെ എന്തൊക്കെയോ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ഈ റോഡിന് പൊതുവേ വെള്ളക്കെട്ട് ഉള്ള റോഡാണ്. പല മേഖലയിലും ഏതാണ്ട് കൂടുതൽ കലുങ്കുകളൊക്കെ അനുവദിച്ചാണ് 88 കോടി രൂപയാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ രീതിയിൽ നല്ല നിലയിലേക്ക് പണി വരുവാനായിട്ടുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. വാളക്കയത്ത് നിലവിൽ തന്നെ 2 കലുങ്ക് ഇല്ല. അതിനെക്കുറിച്ച് അടിയന്തരമായിട്ട് ശ്രദ്ധ വഹിക്കണം. അതുപോലെ ഓട എന്ന് പറയുന്നത് വാളക്കയം ഭാഗത്തു നിന്നും ഓടയുണ്ടാകാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു. റോഡിന് ഏറ്റവും അത്യാവശ്യം ഓടകളാണ്, ഡ്രെയിനേജ് വേണം. അതുപോലെ 2 കലുങ്ക് നിലവിൽ അടഞ്ഞിട്ടുണ്ട്. എത്രയും അടിയന്തരമായിട്ട് ആ കലുങ്കിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ 2 കലുങ്ക് വേണ്ടതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണ്, നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതിൻ്റെ പരിസ്ഥിതി വെച്ച് നോക്കി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ വീതി കുറഞ്ഞു പോയെന്നാണ് പറയുന്നത്. 8 മീറ്ററോ 7.5 മീറ്ററോ ഒക്കെ ആയി വരികയാണ് മണ്ണനാലിലേക്ക് ചെല്ലുമ്പോൾ. അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകാതെ ഇതിന് മുടക്കുന്ന കാശ് നാട്ടുകാർക്ക് ഗുണം ചെയ്യുന്ന പൊതുവഴിയാണ്. വളരെ കാലം ഒത്തിരി കാലം മനുഷ്യർ ദുരിതം അനുഭവിച്ച റോഡാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ താല്പര്യം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നല്ല നിലയിലേക്ക് ഇത് കൊണ്ടുവരണം. ഇതിനൊക്കെ അശാസ്ത്രീയമായ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഇതിപ്പോൾ അധികമായി ഓടിക്കാതെ തന്നെ നിന്നു പോകുന്ന ലക്ഷത്തിലാണ് കേൾക്കുന്നത്. അതൊന്നും വരാതെ ഈ റോഡിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രാപ്തമാകണമെന്ന് ആഗ്രഹിക്കുന്നു. കാഞ്ഞിരപ്പള്ളി മുതൽ മണ്ണനാനി വരെയുള്ള 6.862 കിലോമീറ്റർ ഭാഗവും മണിമല മുതൽ കുളത്തൂർമൂഴി വരെയുള്ള 11.5 കിലോമീറ്റർ ഭാഗവും ചേർന്നുള്ള 18.362 കിലോമീറ്ററാണ് നവീകരിക്കുന്നത്. റോഡിന്റെ മധ്യത്തിലായി വരുന്ന മണ്ണനാനി മുതൽ മണിമല വരെയുള്ള ഭാഗം പുനലൂർ മൂവാറ്റുപുഴ റോഡിന്റെ ഭാഗമായി നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. കാഞ്ഞിരപ്പള്ളി മുതൽ മണ്ണനാനി വരെയുള്ള ഭാഗത്ത് ചെറുതും വലുതുമായ 32 കലുങ്കുകളാണ് നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.